നമസ്കാരം. ആലു പറാത്ത. അതിനായി ചൂടായ പാനിലോട്ട് എണ്ണയൊഴിച്ച് ജീരകം പൊട്ടിച്ച് അതിലേക്ക് വളരെ തിന്നായി അരിഞ്ഞ സവാള, മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില തിന്നായി അരിഞ്ഞു, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് മസാലകളായ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇവയും കൂടി ചേർത്ത് പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അതിലോട്ട് അല്പം കസൂരി മേത്തിയും അജ്വൈനും കൂടി പൊടിച്ച് ചേർത്തത് മസാല മാറ്റി വയ്ക്കുക. പിന്നീട് ഒരു ചപ്പാത്തി മാവ് എടുത്ത് ചെറുത രീതിയിൽ പരത്തി അതിലേക്ക് ഈ മസാല ബോളുകൾ വെച്ച് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് അല്പം മാവിലോട്ട് മുക്കി പരത്തി എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആലു പറാത്ത ഉണ്ടാക്കിയെടുക്കാം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മസാലകളൊന്നും തന്നെ പുറത്തു പോകാതെ നമുക്ക് വളരെ തിന്നായി ആലു പറാത്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായി മാവ് കുഴച്ചെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് സോഫ്റ്റായ മാവ് കുഴച്ചെടുക്കുവാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മസാല ഉണ്ടാക്കുമ്പോഴും അതിൽ അധികം ഈർപ്പമില്ലാതെ എണ്ണയും അധികം ഉപയോഗിക്കാതെ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആലു പറാത്ത ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വളരെ തിന്നായി പരത്തിയെടുത്ത ആലു പറാട്ട ഒരു ചൂടായ ദോശക്കല്ലിലോട്ട് ഇട്ട് ഇരുവശവും വേവിച്ച് അല്പം നെയ്യ് കൂടി തൂവിയെടുത്തു കഴിഞ്ഞാൽ ആലു പറാത്ത തയ്യാറായി. കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് ആലു പറാത്ത. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.